واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. ആയത്ത് 45-46. വസ്തഈനൂ, നിങ്ങൾ സഹായം തേടുക, ബിസ്സബ്രി വസ്സലാഹ്, സഹനത മുറുകെ പിടിച്ചുകൊണ്ടും നമസ്കാരം അധികമായി നിർവഹിച്ചുകൊണ്ടും. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, നമസ്കാരം, ഈ മഹൽ ഗുണം ഭയഭക്തരായ ആളുകളുടെ മേലൊഴികെ വലിയ ഭാരമാണ്. الذين يظنون أنهم ملاقو ربهم, അവർ രക്ഷിതാവിനെ കണ്ടുമുട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. وأنهم إليه راجعون, രക്ഷിതാവിലേക്ക് മടങ്ങുന്നവരാണെന്നും ഉറച്ചു വിശ്വസിക്കുന്നു. വിവിധങ്ങളായ ഉപദേശങ്ങളും നിരോധനങ്ങളുമാണ് കഴിഞ്ഞ വചനങ്ങളിൽ കടന്നുപോയത്. ഈ സമയത്ത് നിഷ്കളങ്കനായ ഒരു ദാസന്റെ മനസ്സിലുണ്ടാകുന്ന ചോദ്യമാണ്, ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? പടച്ചവൻ സ്നേഹത്തോടെ ഉപദേശിക്കുന്നു. 2 കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പടച്ചവനോട് സഹായം ചോദിക്കും. പടച്ചവന്റെ സഹായം വന്നാൽ എല്ലാ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും എളുപ്പമാണ്, എല്ലാ വലുതും ചെറുതാണ്, എല്ലാ കുരുക്കും സരളമാണ്. വസ്തഈനൂ, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. മേൽ പറയപ്പെട്ട ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് പടച്ചവനോട് സഹായം ചോദിക്കാനുള്ള മാർഗം എന്താണ്? ബിസ്സബർ, സഹനത മുറുകെ പിടിക്കലുകൊണ്ട്. വസ്സലാഹ്, നല്ല നിലയിൽ നമസ്കരിക്കലുകൊണ്ട്. നമസ്കാരം സഹനത, സഹനതയുടെ എല്ലാ കാര്യങ്ങളും അതിൽപ്പെടും. ആത്മനിയന്ത്രണം, അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നോമ്പ് പിടുത്തം. അതുകൊണ്ട് തന്നെ ചില ഉലമാ സബറിന് നോമ്പ് എന്നും വിവക്ഷ പറഞ്ഞിട്ടുണ്ട്. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്, സഹനത മുറുകെ പിടിച്ചുകൊണ്ടും നമസ്കാരം നല്ല നിലയിൽ നിർവഹിച്ചുകൊണ്ടും നിങ്ങൾ പടച്ചവനോട് സഹായം തേടിൻ. വഇന്നഹാ ലകബീറ, നമസ്കാരം, അതുപോലെ മേൽ പറയപ്പെട്ട ഗുണം വലിയ ഭാരം തന്നെയാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, ഭയഭക്തി ഉള്ളവരുടെ മേൽ അല്ലാതെ. ഖുശൂഅ്, വിനയാന്വിതമായ മനസ്സ്, പടച്ചവനെ പറ്റിയുള്ള ബോധം നിലനിർത്തിക്കൊണ്ട് അകത്തും പുറത്തും എളിമത്തരവും വിനയവും ഉണ്ടാക്കിയെടുക്കൽ. പടച്ചവനെ പറ്റിയുള്ള ബോധം വന്നാൽ അവന്റെ മനസ്സ് വിളിച്ചു പറയും, എന്റെ ഒരു നന്മയും പാഴാകുന്നതല്ല, എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന
കരുണാവാരിധിയായ രക്ഷിതാവ് എന്റെ മുഴുവൻ പരിശ്രമങ്ങൾക്കും പരിപൂർണമായ പ്രതിഫലം മാത്രമല്ല, അധികരിച്ച പ്രതിഫലം നൽകുന്നതാണ്. അതുപോലെ അവന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു വിശ്വാസമാണ് الذين يظنون أنهم ملاقو ربهم. എന്റെ ഈ യാത്ര ഇടയ്ക്ക് മുറിഞ്ഞു പോകില്ല. പടച്ചവന്റെ സന്നിധാനത്തിലേക്കുള്ള യാത്രയാണ്. നാളെ പടച്ചവനെ പോയി കാണേണ്ടി വരും. നന്മതിന്മകളെല്ലാം വിചാരണ നേരിടേണ്ടി വരും. ആ സമയത്ത് നമസ്കാരമാകുന്ന സഹനതയാകുന്ന നന്മയ്ക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. വഅന്നഹും ഇലൈഹി റാജിഊൻ. പടച്ചവനിലേക്കാണ് മടക്കം. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ പടച്ചവനെ കണ്ടുമുട്ടണം എന്നുള്ളത് പ്രതീക്ഷയുടെ വചനമാണ്, പ്രേരണയുടെ വാക്യമാണ്. പടച്ചവനിലേക്ക് മടങ്ങേണ്ടി വരുമെന്നുള്ളത് ഭയപ്പെടുത്തലിന്റെയും ഉണർത്തലിന്റെയും വചനമാണ്. ഈ ഒരു ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലാണ് സത്യവിശ്വാസത്തിന്റെ സൽഗുണങ്ങൾ അത് മുട്ടിട്ട് വസന്തം വിരിയിക്കുന്നത്. الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. എനിക്ക് നാളെ രക്ഷിതാവിനെ കാണേണ്ടി വരും. പടച്ചവന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരും. ആ പടച്ചവൻ എനിക്ക് വാരിക്കോരി അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. അത് ലഭിക്കണമെങ്കിൽ പടച്ചവന്റെ ഉപദേശങ്ങളെല്ലാം സ്വീകരിക്കണം, നിരോധനങ്ങളെല്ലാം വർജിക്കണം. ആ ഉപദേശങ്ങൾ സ്വീകരിക്കാനും നിരോധനങ്ങൾ വർജിക്കാനുമുള്ള മാർഗമാണ് സഹനതയും നിസ്കാരവും. നമസ്കാരം എത്ര മഹോന്നതമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമസ്കാരം മാറണം. എന്നല്ല, സത്യവിശ്വാസിയുടെയും നിഷേധിയുടെയും ഇടയിലുള്ള വലിയ വ്യത്യാസം. സത്യവിശ്വാസിയുടെ ജീവിതം രാപകലുകൾ നമസ്കാരാദി നന്മകൾക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. നിഷേധിയുടെ മനസ്സ് ആഹാര സുഖങ്ങൾക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. എന്ന് വിചാരിച്ച് വിശ്വാസി ആഹാരം കഴിക്കില്ല, സുഖിക്കില്ല എന്നല്ല. പക്ഷെ അവന്റെ ചക്രം കറങ്ങുന്നത് ഈ ഒരു അച്ചുതണ്ടിന് ചുറ്റുമാണ്. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു, ആദ്യത്തെ ചെന്ന് നിസ്കരിക്കണം. എന്നിട്ടവൻ ചായ കുടിക്കും, വിശ്രമിക്കും, കുളിക്കും, കളിക്കും, കച്ചവടത്തിന് പോകും, വീട്ടുജോലി ചെയ്യും. പിന്നെ അവന്റെ പ്രധാനപ്പെട്ട ചിന്ത ളുഹർ നിസ്കരിക്കണം. എന്നിട്ട് ആഹാരം കഴിക്കും. അതിനു മുമ്പോ ശേഷമോ കഴിക്കും, വിശ്രമിക്കും, മറ്റു കാര്യങ്ങൾ ചെയ്യും. പിന്നെ അടുത്ത ചിന്ത അസ്ർ നിസ്കരിക്കണം, അടുത്ത ചിന്ത മഗ്രിബ് നിസ്കരിക്കണം, അടുത്തത് ഇശാ നിസ്കരിക്കണം. നിഷേധിയോ വല്ലദീന കഫറൂ യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആമു വന്നാറു മസ്വൽ ലഹും. നിഷേധിയോ ആകെ ചിന്ത കഴിക്കണം, കുടിക്കണം, എൻജോയ് ലൈഫ്, കുറെ സുഖിക്കണം. രാവിലെ എഴുന്നേൽക്കുന്നു, ചിന്ത ആഹാരം. ഉച്ചയാകുന്നു, ചിന്ത ആഹാരം. വൈകുന്നേരമാകുന്നു, ആഹാരം. രാത്രിയാകുന്നു, ആഹാരം. സുഖിക്കണം. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്. സഹനത മുറുകെ പിടിച്ചുകൊണ്ട് നമസ്കാരം കൃത്യമായി നമസ്കരിച്ചുകൊണ്ട് പടച്ചവനോട് സഹായം തേടി അവന്റെ മുഴുവൻ ഉപദേശങ്ങളും പാലിക്കൽ എളുപ്പം, നിരോധനങ്ങൾ വർജിക്കൽ എളുപ്പം. وَإِنَّهَا لَكَبِيرَةٌ إِلَّا عَلَى الْخَاشِعِينَ. അതുപോലെ ഭൗതികമായ കാര്യങ്ങൾക്കും
നമസ്കാരവും സഹനതയും തന്നെയാണ് ഏറ്റവും വലിയ സഹായം. ഖുർആൻ ഷരീഫിന്റെ മറ്റു ഭാഗത്ത് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താവശ്യമെന്നാലും നമസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു. എന്നല്ല കുറെ നമസ്കാരങ്ങൾ പഠിപ്പിച്ചു. ഇസ്തിസ്ഖാ, മഴയെ തേടുന്ന നിസ്കാരം ഇന്ന് വളരെ ആവശ്യമായൊരു കാര്യമാണ്. ഗ്രഹണമുണ്ടായി, ഗ്രഹണ നിസ്കാരം. മരണം സംഭവിച്ചു, മയ്യിത്ത് നിസ്കാരം. ആവശ്യങ്ങൾ വല്ലതും വന്നു, ഹാജത്ത് നമസ്കാരം. വല്ല വിഷയത്തിനും തീരുമാനമെടുക്കണം, ഖൈറിനെ തേടുന്ന നിസ്കാരം. നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സകല കാര്യങ്ങളുടെയും പരിഹാരം അല്ലാഹു തആല നിസ്കാരത്തിൽ വച്ചിരിക്കുന്നു. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് وإنها لكبيرة إلا على الخاشعين. എന്നാൽ നിസ്കാരം കുറച്ച് ഭാരമാണ്. എഴുന്നേൽക്കണം, വുളൂ ചെയ്യണം, നല്ല വസ്ത്രം ധരിക്കണം, പടച്ചവൻ മുമ്പാകെ കൈകെട്ടണം, നിൽക്കണം, റുകൂഅ് ചെയ്യണം, സുജൂദ് ചെയ്യണം, ഇടയിലിരിക്കണം. പാരായണങ്ങൾ വേറെ ധാരാളമുണ്ട്. മനസ്സിന്റെ ഏകാഗ്രത വേണം. അള്ളാഹു പറയുന്നു, പക്ഷേ ഒരു കൂട്ടം ആളുകൾക്ക് വളരെ എളുപ്പം. ഇല്ലാ അലൽ ഖാശിഈൻ, വിനയാന്വിതമായ മനസ്സുണ്ടാക്കിയെടുക്കിൻ. അല്ലദീന യദുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം, രക്ഷിതാവിനെ കണ്ടുമുട്ടേണ്ടവരാണ്, പടച്ചവന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവരാണ്, പടച്ചവന്റെ തിരുദർശനം അനുഭവിക്കേണ്ടവനാണ് എന്നുള്ള വല്ലാത്ത പ്രതീക്ഷയും പ്രത്യാശയും അവരുടെ മനസ്സിൽ കുളിരണിയിക്കുന്നു. വഅന്നഹും ഇലൈഹി റാജിഊൻ, പടച്ചവരിലേക്കാണ് നമ്മുടെ മടക്കം. എങ്ങോട്ടും ഓടിപ്പോകാൻ പറ്റില്ല. ഈ ലോകത്ത് നിന്നും ഖബറിലേക്ക്, അവിടുന്ന് ഹശറിലേക്ക്, പടച്ചവന്റെ സന്നിധാനത്തിലേക്ക് പോകേണ്ടവരാണ് എന്ന് ഈ ബോധം, ഈ ഭയം, ഈ ചിന്ത അവർക്ക് ദീനിന്റെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ചും നിസ്കാരവും സഹനതയും എളുപ്പമാക്കുന്നതാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും നിസ്കാരത്തിൽ ശ്രദ്ധ കാണിക്കാനും സഹനത മുറുകെ പിടിക്കാനും പടച്ചവന്റെ ഓരോ കൽപ്പനകളും പാലിക്കാനും അതിന് പടച്ചവനോടുള്ള ഭയവും ഭക്തിയും ഉണ്ടാക്കിയെടുക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലദീന യദുന്നൂൻ, ഈ അല്ലദീന എന്നത് കഴിഞ്ഞ വചനവുമായി കൂട്ടിയോതുമ്പോൾ അതിലെ അലിഫ് വീണുപോകും. അവിടെ നിർത്തിയോതുമ്പോൾ അലിഫ് ഉച്ചരിക്കപ്പെടും. وَإِنَّهَا لَكَبِيرَةٌ إِلَّا عَلَى الْخَاشِعِينَ الَّذِينَ يَظُنُّونَ أَنَّهُمْ مُلَاقُو رَبِّهِمْ إِلَّا عَلَى الْخَاشِعِينَ الَّذِينَ يَظُنُّونَ أَنَّهُمْ مُلَاقُو رَبِّهِمْ وَأَنَّهُمْ إِلَيْهِ راجعون. أَنَّهُمْ مُلَاقُو رَبِّهِمْ وَأَنَّهُمْ إِلَيْهِ راجعون.